കല്യാണം കഴിഞ്ഞിട്ട് മക്കളുടെ ജീവിതത്തിൽ കൂടുതലായി ഇടപെടുന്നതേ അത് സ്നേഹമല്ലമ്മേ, അത് അവൻ്റെ ജീവിതം തകർക്കല. അത് ആദ്യം ഒന്ന് മനസ്സിലാക്ക്. എടി മോളെ 2 ദിവസം കൂടി ഇരുന്നിട്ട് പോടി. നിനക്കെന്താ ഇപ്പം ഇത്ര തിരക്ക്? ഇന്ന് എന്തായാലും പോണമ്മ. ഇവിടേക്ക് വരണം വേണ്ടേ, വെള്ളി ശനിയൊക്കെ ലീവാക്കിയിട്ട് വന്നതാ. അപ്പോൾ തന്നെ 3 ദിവസം ഇരുന്നില്ലേ. നാളെ എന്തായാലും ഏട്ടൻ ജോലിക്ക് കയറണം. ഇനിയിപ്പോൾ ഇടയ്ക്ക് ഞങ്ങൾക്ക് ഇങ്ങോട്ട് വരാമല്ലോ. ഓ എന്താ ഇടയ്ക്കിടയ്ക്ക് വരുന്നത്? അടുത്തൊന്നും അല്ലല്ലോ, 100 കിലോമീറ്റർ അപ്പുറയല്ലേ. കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായി. 5-ാമത്തെ ദിവസം പുറപ്പെടുക്കി വന്നിട്ട് പോയതല്ലേ. നീ വെറുതെ ഓരോന്ന് പറയാ. അല്ലെങ്കിലും എനിക്ക് എങ്ങനെയാണ് അങ്ങോട്ട് ഒറ്റയ്ക്ക് വരാൻ പറ്റുക? എൻ്റെ അച്ഛനാണെങ്കിൽ ഏത് നേരം ഒരു തിരക്കന്നെ. 2 ദിവസം കൂടി ഇരിക്കടി മോളെ. അതല്ലമ്മ, ഏട്ടൻ എന്തായാലും നാളെ ജോലിക്ക് കയറണം. പിന്നെ ഏട്ടനെ മാത്രം അയച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുക പറഞ്ഞാൽ അത് മോശമല്ലേ. ഞങ്ങളാണെങ്കിൽ കല്യാണം കഴിഞ്ഞിട്ട് നേവരായിട്ട് വിട്ടിരുന്നിട്ട് പോലും ഇല്ല. അയ്യോ ഇത് പെണ്ണെ, ഇത്രയും കാലം നീ എൻ്റെ കൂടെ തന്നെയല്ലേ ഇരുന്നത്? കല്യാണം കഴിഞ്ഞിട്ട് ഇപ്പോൾ 3 മാസമായിട്ടുള്ളൂ. അപ്പോഴേക്കും അവനെ വിട്ട് പിരിച്ചിരിക്കാൻ പറ്റില്ല. അത്രേ ഓവറാകില്ലേ പെണ്ണേ? ഓവറൊന്നും അല്ലമ്മേ. ഏട്ടൻ എന്നെ അങ്ങനെ കെയർ ചെയ്യുന്നത്. പിന്നെ ഇവിടെ വരുമ്പോൾ തന്നെ അമ്മയ്ക്ക് ഭയങ്കര സങ്കടമായി. പാവം അവിടെ ഒറ്റയ്ക്കല്ലേ. എന്തോ ഇവിടെ വന്ന പിന്നെ 3-4 പ്രാവശ്യം വിളിച്ചു. ഞാൻ എന്തായാലും പോട്ടെ. ഡീ മതി മതി നിർത്ത്. എന്താ അത്? ഭർത്താവിനെ സ്നേഹിക്കുന്നതിന് കുഴപ്പമില്ല, അത് ഞാൻ അപ്പോഴൊരു തമാശയ്ക്ക് പറഞ്ഞതാ. പക്ഷെ അമ്മായിയമ്മനെ നിർത്തേണ്ട അവിടെ നിർത്തിക്കോ. അധികമായിട്ട് തലി കയറ്റി വെക്കാൻ നിൽക്കണ്ട. എപ്പോഴും ഒരു ഡിസ്റ്റൻസ് ഇട്ട് നിർത്തിക്കോ. അമ്മ എന്താ ഇങ്ങനെയൊക്കെ പറയണത്? ആ രേണുവിൻ്റെയും ഗായത്രിൻ്റെ അമ്മായിമാരുടെയൊക്കെ കഥ കേൾക്കണം. അവർ പറയുമ്പോൾ തന്നെ നമുക്ക് പേടിയാവും. സത്യം പറഞ്ഞാൽ കല്യാണത്തിന് മുമ്പ് ഞാൻ എത്ര പേടിച്ചാണെന്നറിയോ എൻ്റെ അമ്മായിയമ്മ എങ്ങനെയാവും പറഞ്ഞിട്ട്. പക്ഷെ അവിടെ പോയപ്പോഴാണ് മനസ്സിലായത് നല്ലൊരു അമ്മായിയമ്മയാണ്. എന്നെ സ്വന്തം മോളിനെ പോലെ നോക്കണ്. ശരിക്കും പറഞ്ഞാൽ അമ്മനെക്കാളും എന്നെ നന്നായി സ്നേഹിക്കുന്നുണ്ട്. എന്ത് പാവം. എന്നിട്ട് വീട്ടിൽ അടിക്കലും തുടക്കലൊക്കെ നീ തന്നെയല്ലേ ചെയ്യണത്? വേണ്ടാവിട്ട് അവർ ചെയ്തൊന്നും തരുന്നില്ലല്ലോ. ആ അമ്മൻ്റെ കാലിന് വയ്യാത്തതാ. കല്യാണത്തിന് മുമ്പേ അവിടുത്തെ പണികളൊക്കെ ഏട്ടൻ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഏട്ടനും പറഞ്ഞു ഇത്രയും പഠിച്ചിട്ട് എന്തിനാ വെറുതെ വീട്ടിലിരിക്കണം, വല്ല ജോലി നോക്കിക്കൂടെയെന്ന്. പിന്നെ എൻ്റെ കാര്യം അറിയാലോ, ഈ ജോലിക്ക് പോകാൻ പറഞ്ഞാൽ തന്നെ എനിക്ക് ഭ്രാന്താകും. ഇവിടെ തന്നെ ജോലിക്ക് പോയിട്ട് കണ്ടില്ലല്ലേ, ആ സ്കൂളിൽ പോയിട്ട് മതിയായിട്ടുണ്ട്. അപ്പം ഞാൻ തന്നെ പറഞ്ഞു പോകുന്നില്ല എന്നുള്ളത്. അപ്പം എന്തായാലും ഞാൻ വെറുതെ ഇരിക്കല്ലേ, ഈ വീട്ടിൽ അടിക്കലും തുടക്കലൊക്കെ ചെയ്തുകൊണ്ട് എന്താ ഇപ്പോൾ പറ്റുന്നത്? അല്ലെങ്കിൽ നമ്മളിരിക്കുന്ന വീട് വൃത്തിയാക്കേണ്ടത് നമ്മുടെ കടമയല്ലേ. അതിനെന്തിനാകുമ്പോൾ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യം? ചുരുക്കി പറഞ്ഞാൽ അവരൊക്കെ കൂടി നിന്നൊരു വേലക്കാരിയാക്കി. അത് മനസ്സിലാക്കാനുള്ള ബോധം കൂടി ഇല്ലല്ലോ. കഷ്ടം തന്നെ. അമ്മേ ഇത് വെറുതെ ഓരോന്നും പറയാൻ നിൽക്കല്ലേ. പൊന്നു മോളെ, എൻ്റെ അമ്മായിമ്മ ഇങ്ങനെ തന്നെയായിരുന്നു. കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ പൊന്നേ മുത്തേ വന്നിട്ട് പുറകിന്ന് മാറിയിട്ടില്ല. ഇവിടെ എല്ലാവരുടെ അടുത്തും ഇതുപോലത്തെ ഒരു മരുമകളെ കിട്ടാൻ വഴിയില്ല വന്നിട്ട് പാടി നടന്നതാ. 4-5 മാസം കഴിഞ്ഞപ്പോഴല്ലേ തോന്നി ഗുണം മനസ്സിലായത്. പിന്നെ ചാവുന്ന വരെയും എനിക്കൊരു സ്വൈര്യം പറഞ്ഞു തന്നിട്ടില്ല. ആ ഗതി നിനക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ ഇത്രയും പറഞ്ഞു തരുന്നത്. ആദ്യമൊക്കെ പൊന്നേ മുത്തേ വന്നിട്ട് ചെറിയ ചെറിയ പണികൾ ചെയ്യിപ്പിക്കും. പിന്നെ ഉള്ള പണിയൊക്കെ നിൻ്റെ തലയ്ക്ക് തന്നെ ആകും. എന്തായാലും എൻ്റെ അമ്മായിമ്മ അങ്ങനെയല്ല, അതെനിക്ക് ഉറപ്പാണ്. നീ ഇപ്പം അങ്ങനെയൊക്കെ പറയും. 3 മാസമല്ലേ ആയിട്ടുള്ളൂ. നിന്നെക്കാളും കൂടുതൽ അമ്മയ്ക്ക് എക്സ്പീരിയൻസ് ഇല്ലേ. അതുകൊണ്ട് അവന് സ്നേഹം മനസ്സിലാക്കാൻ വേണ്ടിയിട്ടേ അമ്മ പറയണ പോലെ നീ ഒന്ന് ചെയ്തു നോക്ക്. എന്ത്? എന്നാ നീ ഒരു കാര്യം ചെയ്യ്. അവൻ ഇപ്പോൾ വിളിക്കാൻ വരുമ്പോഴേ ഇവിടെ നാട്ടിൽ എന്തെങ്കിലും പരിപാടി ഉണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാമെന്ന് ഞാനൊരു പറഞ്ഞു നോക്ക്. അപ്പം മനസ്സിലാവും. അതൊന്നും വേണ്ടമ്മ. എടി മോളെ, അതുകൊണ്ട് മാത്രമല്ല അവനുള്ളതുകൊണ്ടേ എനിക്ക് നിന്റെ മര്യാദയ്ക്ക് സംസാരിക്കാനൊന്നും പറ്റണില്ല. എന്തായാലും നിന്റെ വീട് തന്നെയല്ലേ, 2 ദിവസം കൂടി ഇരിക്കടേ. അമ്മയും മോളും കൂടി ഇവിടെ നിന്ന് കഥ പറഞ്ഞിരിക്കുക. അമ്മേ നല്ല മഴ വരുന്ന പോലെ ഉണ്ട്. എന്തായാലും 100 കിലോമീറ്ററിലല്ലേ, ഞങ്ങൾ പതുക്കെ വിടത്തെ. പോവാടാ. അതാ ചേട്ടാ, മറ്റന്നാളെ എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻറ്റാ. അവളിപ്പം ഇവിടെ വന്നപ്പോഴാണ് പറഞ്ഞതേ. ഞാൻ അതും കൂടി കഴിഞ്ഞിട്ട് വന്നാൽ പോരെ? എൻഗേജ്മെൻറ്റോ? ചേട്ടാ, അല്ലാതെ പാരൻ്റെയാ? അതായിട്ടിനറിയില്ല. അപ്പുറത്തെ വീട്ടിലെ കുട്ടിയാ. ഇവിടെ ഉള്ളപ്പം ഞങ്ങൾ രണ്ടാളും ഒരുമിച്ചായിരുന്നേ. അയ്യോ, ഇതിപ്പോൾ ആദ്യം അറിയുകയാണെങ്കിൽ 2 ദിവസം കൂടി ഞാൻ ലീവ് എടുക്കുമായിരുന്നു. ഇതിപ്പോൾ വിളിച്ച് പറഞ്ഞാൽ ലീവും കിട്ടില്ല. അല്ല, ഞങ്ങളെ കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ വിട്ടിരുന്നിട്ടില്ല. അതിൻ്റെ ഒരു അത് സാരമല്ല. ഞാനിപ്പോൾ പോയിട്ടെ മറ്റന്നാൾ ജോലിയും കഴിഞ്ഞിട്ട് നേരം കൊണ്ടുവരാം. എന്നിട്ട് പോട്ടെ നമുക്ക്. നോക്കി പോണേട്ടാ. അമ്മ എന്നാ വരുന്നേ? ആ ശരി മോനെ. പിന്നെ അമ്മൻ്റെ അടുത്ത് പ്രത്യേകം അന്വേഷിച്ചു പറയണേ. ആ പറയാം. ശരിടാ. നീ ആള് കൊള്ളാലോടി മോളെ, നന്നായിട്ട് കള്ളത്തരം പറയണ്ടല്ലോ. മിണ്ടല്ലേ അമ്മേ, എനിക്ക് എത്ര സങ്കടം ഉണ്ടെന്നറിയോ.
പാവം ഞാൻ അത്രയും ദൂരം ഒറ്റ കാറിൽ പോണ്ടേ. സ്വന്തം മക്കൾ നന്നായിരിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോന്ന് പറഞ്ഞു കൊടുക്കുന്നത്. അത് ആണെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നുമില്ലല്ലോ. നിങ്ങൾ രണ്ടാളും ഒരുമിച്ച് വരുന്നാണ് വിചാരിച്ചത്. ഒരു പെൺകുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമം അത് അമ്മമാർക്കേ അറിയുള്ളൂ. നിങ്ങളുടെ കല്യാണം കഴിഞ്ഞിട്ട് ആ കുട്ടി ഇങ്ങോട്ട് വന്നപ്പോഴേ എനിക്കെൻ്റെ സ്വന്തം മോളിനെ കിട്ടിയ പോലെയായിരുന്നു. പെട്ടെന്ന് അവളവളുടെ വീട്ടിൽ പോകാന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നല്ല സങ്കടമായി. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അവളുടെ വീട്ടിൽ പോയി നിൽക്കാനും അവളുടെ അമ്മനെ കാണാനൊക്കെ. എന്തായാലും കുറച്ച് ദിവസം അവിടെ നിന്നോട്ടെ. അമ്മയ്ക്ക് അവിടെ നന്നായി മിസ് ചെയ്യുന്നുണ്ടല്ലേ? എന്നാലും 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ കൂട്ടിക്കൊണ്ടു കേട്ടോ. മോനെ അമ്മ ഭക്ഷണം എടുത്തേക്കട്ടെ? വേണ്ട, ഞാൻ വരുന്ന വഴിക്ക് അയച്ചേ. ഞാൻ വീട്ടിൽ നിന്ന് കുളിച്ചിട്ട് വരാം. നീയേ അവിടെ പോയ ഉടനെ എല്ലാ പണികളും ചെയ്യാൻ നിൽക്കണ്ട. നിന്റെ അമ്മായിമ്മയുടെ സ്വഭാവം എങ്ങനെയാണെന്ന് അറിയണ്ടേ? അതിനിപ്പോൾ 2 ദിവസം മിണ്ടാതിരിക്കേ, അപ്പം മനസ്സിലാവും താഞ്ഞി കോണം എന്താന്ന്. എന്താ മോളെ വയ്യ നിനക്ക്? എന്താ അങ്ങനെ ചോദിച്ചു? അത് മോൾ 6:30 ആകുമ്പോഴേക്കും എണിച്ച് അടിച്ച് തുടയ്ക്കുന്നതല്ലേ. ഇതിപ്പം 7:30 ആയിട്ടും അങ്ങോട്ട് കണ്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എനിക്ക് അടിച്ചു തുടയ്ക്കൊന്നും വയ്യമ്മേ, വേണേ അമ്മ ചെയ്തോ. ആ മോളെ അമ്മ ചെയ്തോളാം. പിന്നെ മോളൊന്ന് അടുക്കളയിൽ ചെല്ലോ, അവന് പോകാൻ സമയമായില്ലേ. അതെന്താ അമ്മേ ഒരു പണി ചെയ്തില്ല കൊണ്ട് വേറെ പണി തരാൻ നിൽക്കുക? കല്യാണത്തിന് മുമ്പ് ഇവിടുത്തെ എല്ലാ പണിയും അമ്മ ഒറ്റയ്ക്കല്ലേ ചെയ്തത്? ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നുകൊണ്ട് എല്ലാം എൻ്റെ തലക്കിടാൻ നിൽക്കുക? എന്താ മോള അങ്ങനെ പറഞ്ഞത്? എപ്പോഴെങ്കിലും അമ്മ മോളോട് പണി ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടോ? മോളെന്നല്ലേ എല്ലാതും അറിഞ്ഞ് ചെയ്യുന്നത്. എന്താ? ഒന്നുമില്ല മോനെ, അവള് വീട്ടിൽ പോയി വന്ന വിശേഷമൊക്കെ അമ്മ ചോദിക്കായിരുന്നു. വേഗം പോയി കുളിച്ചിട്ട് വാ, അപ്പോഴത്തേക്കും അമ്മ ഭക്ഷണം ആക്കാം. അല്ല അമ്മ എന്താ ചൂലായിട്ട് നിൽക്കുന്നത്? അല്ല ഗീതു, ഒന്ന് അടിച്ചു വാരി കൊടുക്ക, അമ്മയ്ക്ക് കാലിന് സുഖമില്ലാത്തല്ലേ? കല്യാണത്തിന് മുമ്പ് ഈ കാലുവേദന ഉണ്ടായിരുന്നല്ലോ, എന്നിട്ട് അത് വെച്ചിട്ടല്ലേ എല്ലാ പണികളും ചെയ്തത്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ് ഞാൻ വന്നു വന്നിട്ട് ഗീതു ഗീതു ഗീതു, ഞാൻ എന്താ ഇവിടെ അടിച്ചു തുടയ്ക്കാൻ വേണ്ടി വന്നതാ? എടി എന്താ നീ പറഞ്ഞേ? മോനെ ഭാര്യനെ എടി പോടിന്നൊന്നും വിളിക്കല്ലേ. ഇങ്ങനെ പെട്ടെന്ന് ദേഷ്യത്തിൽ പറയണ വാക്കുകളൊന്നും നമുക്ക് തിരിച്ചെടുക്കാൻ കഴിയില്ല. അവൾക്ക് ചിലപ്പോൾ പീരീഡ്സ് ആവാറായിട്ടാകും, അതിൻ്റെയാ. പോയി കുളിക്കാൻ നോക്ക്. അമ്മ അടുക്കളയിൽ പോയിക്കോ, എനിക്ക് സമയമുണ്ട്, ഞാൻ അടിച്ചോളാം. വേണ്ട മോനെ, അമ്മ അടിച്ചോളാം. കല്യാണത്തിന് മുമ്പതൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളല്ലേ. അപ്പൊ കല്യാണത്തിന് ശേഷം അവള് വന്ന് ചെയ്യാൻ തുടങ്ങിയപ്പോഴേ ഞാൻ ഒന്ന് മാറി നിൽക്കാൻ തുടങ്ങിയത്. അല്ലാതെ വീട്ടിൽ പണി ചെയ്യാൻ എനിക്കൊരു മടിയില്ല. അമ്മ അത് അവിടെ വെച്ചേ, അടുക്കളയിൽ പോയിക്കോ. എടാ ഒന്ന് ഇറങ്ങടാ. ആട്ടെ വരിക. അമ്മ പറയ്. ഓ ഒന്നുമില്ലേടി മോളെ, അടുത്ത വിശേഷം ചോദിക്കാൻ വേണ്ടി വിളിച്ചതാ. അല്ല നീ എന്താക്കുക? ഒന്നും ചെയ്യുന്നൊന്നുമില്ല, ഞങ്ങൾ സിനിമയ്ക്ക് പോകാൻ നിൽക്കുക. ആ നന്നായി നന്നായി നന്നായി. അല്ല ആരൊക്കെയാ? നീയും അവനും കൂട്ടിയാ പോകുന്നത്? അല്ല അമ്മയുണ്ട്. എന്ത് എടി, സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് 2 ആളും കൂടി പൊയ്ക്കൂടെ? അത് നിന്റെ എന്തിനാ ഈ അമ്മനെയും കൊണ്ട് പോകാൻ നിൽക്കുന്നത്? അമ്മ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കണ്ടേ? ആ തള്ളയ്ക്ക് വീട്ടിലിരുന്നാൽ എന്താ? അല്ലെങ്കിൽ ഈ കല്യാണം കഴിഞ്ഞ് ഭാര്യയും ഭർത്താവും പോകണവിടേക്കൊക്കെ കൂടയ്ക്ക് മണി കിട്ടിയ പോലെ. ഓ നാണമില്ല അതിന്. എടി മോളെ, നിങ്ങൾ പോകേണ്ടവിടെ നിങ്ങൾ മാത്രം പോയാൽ മതി. അതിനെന്തിനാ ഇനിയും കൂടി വലിച്ചഴിക്കാൻ നിൽക്കുന്നത്? ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങളുടെ സ്നേഹം അവസാനം കുറയുവേ. നീ ഒരു കാര്യം ചെയ്യേ, അവൻ്റെ അടുത്തേ നമുക്ക് 2 ആൾക്ക് മാത്രം പോകാമെന്നൊന്ന് പറഞ്ഞു നോക്ക്. അമ്മ ഞാനിപ്പോൾ എങ്ങനെ പറയാ, ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തതല്ലേ? ടിക്കറ്റ് ബുക്ക് ചെയ്താലും എന്താ, അത് ക്യാൻസലാക്കാൻ അറിയില്ലേ? അതെ മോളെ, ഞാൻ പറഞ്ഞത് കേട്ടോ. അമ്മ നിൻ്റെ നല്ലതിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും പറയുള്ളൂ. ശരി അമ്മേ, ഫോൺ വെച്ചോ. ഓ ഈ പെണ്ണിന് ഒരു വിവരമില്ലല്ലോ, എല്ലാം ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് വേണം അറിയാൻ. ഇതൊക്കെ എങ്ങനെ ജീവിക്കുമോ എന്തോ. അതെ, ഈ പോകുന്നവിടെയും വരുന്നവിടേക്കും ഇതിന് അമ്മനെ കൊണ്ടുപോകാൻ നിൽക്കുന്നത്. സിനിമയ്ക്ക് നമുക്ക് 2 ആൾക്കും പോയാൽ പോരെ? എന്താ ഗീതു, നീ എന്താ ഇങ്ങനെ പറയുന്നത്? അമ്മക്ക് സിനിമയൊന്നും ഇഷ്ടമല്ല, ഏട്ടൻ നിർബന്ധിച്ചപ്പോൾ അങ്ങനെ വരണമെന്നേ ഉള്ളൂ.
നമുക്ക് രണ്ടാൾക്കും പോവാം. അമ്മ ഇവിടെ ഇരുന്നോട്ടെ. അമ്മയ്ക്ക് സിനിമ ഇഷ്ടമല്ലെന്ന് നിന്നോട് പറഞ്ഞോ? ഏട്ടൻ അങ്ങനെ തർക്കിക്കാൻ നിൽക്കല്ലേ. എവിടെ പോകുമ്പോഴെന്തിനാ അമ്മ? നമുക്കൊരു പ്രൈവസി വേണ്ടേ? നമുക്ക് പ്രൈവസി തരാണ്ട് അമ്മ എന്ത് കാര്യത്തിൽ നമ്മുടെ കൂടുതൽ ഇടപെട്ടത്? അല്ല, നമ്മൾ എത്ര സ്ഥലത്ത് ട്രിപ്പ് പോയി, അവിടേക്ക് അമ്മ വന്നതാ? എടാ, സിനിമ പറഞ്ഞാൽ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. നീ ഇത് പത്രം നിർബന്ധിച്ചോണ്ടാ. അമ്മയും കുറേ കാലേ കണ്ടിട്ട്. എടാ, നീ നേരത്തെ കുഴപ്പമൊന്നും ഇല്ലായിരുന്നല്ലോ, ഇപ്പം എന്താ പറ്റിയതാ? ഏട്ടാ തർക്കിക്കാൻ നിൽക്കല്ലേ, നമുക്ക് രണ്ടാൾക്കാണെങ്കിൽ പോവാ. വെറുതെ ഒരു കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാക്കണ്ടാവണ്ടാ. അല്ല, ഇപ്പൊ ടിക്കറ്റ് ബുക്ക് ചെയ്ത് പോയതല്ലേ? അത് ക്യാൻസൽ ചെയ്യാൻ പറ്റുമല്ലോ. എന്നാൽ അത് ക്യാൻസലായി. ഞാൻ അമ്മയോട് എന്തെങ്കിലും പറയാം. മോനെ പോവാ. ആ, വന്ന് കാറി കയറമ്മേ. ആ മോനെ, അവളവിടെ മാറ്റിയില്ലേ? അവള് സിനിമയ്ക്ക് വരുന്നില്ല അത്രമേ. വരുന്നില്ലേ? എന്താ കുട്ടി തന്നെയാണല്ലോ സിനിമയ്ക്ക് പോവാന്ന് പറഞ്ഞത്, പിന്നെ എന്ത് പറ്റി? അവൾക്ക് ഈ മൂഡ് സിങ്സിന്റെ പ്രശ്നമുണ്ടേ. ആള് വിജയ് ഫാൻസ് അത്ര. ഈ സൂര്യന്റെ സിനിമയ്ക്ക് വരുന്നില്ല എന്ന് അത് നോക്കണ്ട. അമ്മ വന്ന് കയറിയേ. മോനെ അത് അമ്മ വന്ന് കയറമേ, സമയമായി. അവൾ ഇവിടെ ഇരുന്നോളും. ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞത് എൻ്റെ ടിക്കറ്റ് ആയിരുന്നു അല്ലേ? വെറുതെ ഞാനായിട്ട് വരുത്തി വെച്ചതാ. അമ്മ, വീട് ലോക്ക് ചെയ്തിട്ട് താക്കോലം വെച്ച് ഇവിടെ എവിടെ പോയതാ? ഗീതു, നീ എവിടെ? ഞാൻ എൻ്റെ വീട്ടിൽ പോയതാ. വീട്ടിലോ? ആരോട് വെച്ചിട്ട്? എൻ്റെ വീട്ടിലേക്ക് വരാൻ ഞാൻ നിങ്ങളുടെ അടുത്തൊക്കെ പെർമിഷൻ ചോദിക്കണോ? ഗീതു, നീ കുറച്ച് മര്യാദയ്ക്ക് സംസാരിക്കട്ടോ. ഒന്നില്ലെങ്കിൽ നിന്നെ കല്യാണം കഴിച്ചുകൊണ്ടിരുന്ന വീടല്ലേ. നീ അനുവാദം ചോദിച്ചില്ലെങ്കിലും ഒരു വീട്ടിൽ നിന്ന് പോകുമ്പോൾ പോവാണെന്നെങ്കിലും പറയുന്ന മര്യാദ വേണ്ടേ? അമ്മയും മോനെ എന്നെ ഒറ്റയ്ക്കാക്കിയിട്ട് സിനിമയ്ക്ക് പോയതല്ലേ, പിന്നെ ഞാൻ എന്തിനാ നിങ്ങളുടെ അടുത്തൊക്കെ ചോദിക്കേണ്ട കാര്യം? എൻ്റെ ഗീതു, കുറേ ദിവസമായിട്ട് നിന്റെ സ്വഭാവത്തിൽ നല്ല മാറ്റമുണ്ട്. ഇന്ന് രാവിലെ തന്നെ ഇങ്ങനെ പറഞ്ഞപ്പോൾ ആ ഒരു ദേഷ്യത്തിൽ നിന്നൊരു പാഠം പഠിപ്പിക്കാൻ വേണ്ടി ചെയ്തതാണ്. അതിനാണോ നീ ഇപ്പോൾ വീട്ടിൽ പോയിരിക്കുന്നത്? ആ, അങ്ങനെ തന്നെ കൂട്ടിക്കോ. എടാ, നിന്നോട് അങ്ങനെ ചെയ്തതിൽ എനിക്ക് വിഷമമുണ്ട്. പക്ഷെ ആ ദേഷ്യത്തിൽ സോറി. ഞാൻ ഇപ്പം അങ്ങോട്ട് വിളിക്കാൻ വരട്ടെ? എന്ത് ചെയ്തിട്ടൊരു സോറി പറഞ്ഞാൽ കഴിഞ്ഞല്ലോ അല്ലേ? എന്തായാലും വിളിക്കാൻ വരണ്ട. ഗീതു, എന്താ മോനെ അവളെവിടെ? അവളുടെ വീട്ടിൽ പോയമ്മേ. വീട്ടിൽ പോയിന്നോ? എന്താ മോനെ പറയണത്? അവൾക്ക് ഈ അടുത്തായിട്ട് കുറച്ച് കൂടിയിട്ടുണ്ടമ്മേ, അതിൻ്റെ അത് കാണിച്ചതാ. ഞാൻ അപ്പോഴും പറഞ്ഞില്ലേ മോനെ അമ്മ സിനിമയ്ക്ക് വരുന്നില്ല എന്നുള്ളത്. അപ്പൊ നീയല്ലേ അവൾക്ക് തീരെ കാണാൻ താല്പര്യമില്ല അമ്മ വാവിട്ട് കൊണ്ടുപോയത്. എന്താടാ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഒരു പ്രശ്നമില്ലമ്മേ. ഇല്ലാത്ത പ്രശ്നം ഉണ്ടാക്കാൻ ശ്രമിക്കുക അവള്. ദൈവമേ, കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചേ ആയിട്ടുള്ളൂ, അപ്പോഴും കുട്ടികളങ്ങനെ തുടങ്ങിയാലോ? നന്നായി മോളെ, നീ ചെയ്ത തന്നെയാ ശരി. അല്ലെങ്കിലും എൻ്റെ മോളിനെ അവിടെ ഒറ്റയ്ക്കാക്കിയിട്ട് തളയും മോനും കൂടി സിനിമ കാണാൻ പോയില്ലേ? എന്നാ ആ തളയ്ക്കെങ്കിലും പറഞ്ഞൂടെ ഞാൻ വരുന്നില്ല അവളുടെ കൂടി ഇരിക്കാന്നുള്ളത്? ഇപ്പം മനസ്സിലായില്ലേ നിനക്ക് അതിൻ്റെ തനി സ്വഭാവം? ആദ്യം അങ്ങോട്ട് തലക്കയറ്റി വെച്ചതാണല്ലോ. എന്തായാലും കുറച്ചു കാലം ഈ ദേഷ്യം അങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോയിക്കോ. എന്നാലേ നീ വിചാരിച്ച പോലെ കാര്യങ്ങളൊക്കെ നടക്കുള്ളൂ. അല്ലെങ്കിലേ ആ തള്ള നിന്നെ ഭരിക്കും. ഞാൻ ചെയ്ത് മോശമെന്നാണ് തോന്നുന്നത്. ഇപ്പം ഞാൻ തന്നെയല്ലേ അവിടെ പ്രശ്നം ഉണ്ടാക്കിയത്. അല്ലെങ്കിൽ ഇപ്പോൾ 3 നാളും കൂടി സിനിമയ്ക്ക് പോവായിരുന്നു. അമ്മ ആ സമയത്ത് വിളിച്ചതാ പറ്റിപ്പോയത്. ഓ, ഇപ്പം ഞാനായ കുറ്റക്കാരി? എടി മോളെ, ഞാൻ ഫോൺ വിളിച്ചുകൊണ്ടല്ലേ നിങ്ങൾക്ക് ഇപ്പം രണ്ടിൻ്റെയും സ്വഭാവം മനസ്സിലാക്കാൻ പറ്റിയത്. അല്ലെങ്കിലും പുറമേ കാണുന്നൊന്നും അല്ല, ഉള്ളിൽ നിന്നാണ് സ്നേഹമൊക്കെ വരേണ്ടത്. ആയിട്ടങ്ങൾ രണ്ടിനും കാപ്പട സ്നേഹമാണ്. അത് നീ ഒന്ന് ആദ്യം മനസ്സിലാക്ക്. എന്തായാലും കുറച്ച് ദിവസം അമ്മ പറഞ്ഞ പോലെ നീ ഇവിടെ നിൽക്ക്. അപ്പം അവൻ തോനെ മുട്ടും മടക്കി ഇങ്ങോട്ട് വന്നോളും. കല്യാണം കഴിഞ്ഞ് കുറച്ചാകുമ്പോഴത്തേക്കും ഭാര്യ പിണങ്ങി പോവാന്ന് പറഞ്ഞ ഇപ്പം 5 ദിവസമായില്ല ആ കുട്ടി പോയിട്ട്. ഞാൻ വിളിച്ചിട്ടാണെങ്കിൽ ഫോണും എടുക്കുന്നില്ല, കട്ടാക്കി കളയാ. മോനെ നീ പാവൊന്നും നോക്കണ്ടടാ, മോൻ പോയൊന്നും വിളിച്ചിട്ട് അവളിനെ. താഴ്ന്നു കൊടുക്കുന്നതിനൊക്കെ ഒരു പരിധിയില്ലമ്മേ. അമ്മ കൂടുതലായിട്ട് അവളെ തലയിൽ കയറ്റി വെച്ചിട്ടുണ്ട്. അത് തന്നെയാ പ്രശ്നം. ഞാൻ എത്ര പ്രാവശ്യം വിളിച്ചെന്നറിയോ? ഒരു പ്രാവശ്യമെങ്കിലും അവളെ എടുക്കണ്ടേ? അമ്മ എന്താ പറയുന്നത്? ഞാൻ അവളുടെ വീട്ടിൽ പോയിട്ട് കാല് പിടിച്ചിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാനാ?
അതൊന്നും വേണ്ടമ്മേ. അവളുടെ അഹങ്കാരം തീരുമ്പോൾ അവൾ താനേ വന്നോളും. അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഈഗോ വെച്ച് നടക്കല്ലേ മോനെ. അത് രണ്ടാൾക്കും ദോഷേ ചെയ്യുള്ളൂ. മോനെ അമ്മ പറയുന്നത് കേക്കടാ, ഒന്ന് പോയി വിളിച്ചിട്ട് വാ. ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ലമ്മേ. പിന്നെ എന്തിനാ സോറി പറഞ്ഞിട്ട് അവളുടെ കാല് പിടിക്കാൻ അങ്ങോട്ട് പോകണോ? നടക്കില്ലമ്മേ. എന്താ ദൈവം ഈ കുട്ടികൾക്ക് പറ്റിയത്? എത്ര സ്നേഹത്തിൽ കഴിഞ്ഞതാ. എനിക്ക് പേടിയാവുന്നുണ്ടമ്മേ. ഇപ്പോൾ വന്നിട്ട് 8 ദിവസമായില്ലേ. അമ്മ ഫോൺ വാങ്ങിച്ചു വെച്ചോണ്ട് എനിക്കാണെങ്കിൽ അങ്ങോട്ട് വിളിക്കാനും പറ്റുന്നില്ല. ഞാൻ തന്നെ അങ്ങോട്ട് പോവാൻ നിൽക്കുക. എന്നാലും നീ ഇത്രയേ ഉള്ളൂലടി മോളെ. അവൻ 2-3 പ്രാവശ്യം വിളിച്ചപ്പോൾ ഫോൺ കട്ടാക്കി എന്നുള്ളതൊക്കെ ശരിയാണ്. എന്നാലും നീ എന്തൊക്കെയാ പറഞ്ഞത്? ഒരു ദിവസം പോലും നിന്നെ കാണാണ്ടിരിക്കാൻ പറ്റില്ലാന്ന്. ഇപ്പം നീ പിണങ്ങി വന്നിട്ട് 8 ദിവസമായില്ലേ. എന്നിട്ട് ഒരു ദിവസം അവൻ ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയാ. ഇത്രയേ ഉള്ളൂ. നീ ആദ്യം അതൊക്കെ ഒന്ന് മനസ്സിലാക്ക്. ഇനിയിപ്പം കരഞ്ഞുകൊണ്ട് അവൻ്റെ പുറകെ പോയിട്ടുണ്ടെങ്കിലേ ജീവിതകാലം മുഴുവൻ അമ്മൻ്റെയും മകൻ്റെയും അടിമയായിട്ട് അവിടെ തന്നെ നിൽക്കേണ്ടി വരും. പെൺകുട്ടികളായ കുറച്ച് ധൈര്യം കാണിക്കടി. അതെ, ഗീത ഇവിടെ ഇല്ലേ? കുറെ നേരം ഞാൻ ബെല്ലടിക്കുന്നു, ആരും കണ്ടില്ല. ആ ഇതാര്? മാരുമോൻ ഈ വഴിയൊക്കെ ഓർമ്മയുണ്ടാ? ഭാര്യ പണിങ്ങി വന്നിട്ടേ 10 ദിവസമായി. ഇപ്പോഴാണോ ഇങ്ങോട്ട് വരാൻ തോന്നിയത്? ഒരാവശ്യമാണ് പണിങ്ങി വന്നല്ലേ, കുറച്ച് ദിവസം ഇവിടെ ഇരിക്കട്ടെ വിചാരിച്ചു. അല്ല അവളിവിടെ ഇല്ലേ? എടേ മോളെ ഗീതു, ദാ നിന്റെ ഭർത്താവ് വന്നിരിക്കണോ? എന്താടി ഇത്? അല്ലെങ്കിൽ നീ എന്ത് കാര്യത്തിനാണ് പിണങ്ങി വന്നത്? ഇനിയിപ്പോൾ വെറുതെ അതും പറഞ്ഞിട്ട് ഭക്ഷണമാക്കാൻ നിൽക്കണ്ട. പോയി ബാഗ് എടുത്തിട്ട് വാ, നമുക്ക് പോവാം. പിന്നെ അമ്മയും മോനും ഒരു വിലയും കൊടുക്കാണ്ടല്ലേ പാവം എൻ്റെ കുട്ടി അവിടെ നിന്ന് കരഞ്ഞോണ്ട് ഇങ്ങോട്ട് വന്നത്. ഇപ്പം നീ വന്ന് അഹങ്കാരത്തോടെ വാ വന്ന് ബാഗെടുക്ക് പോവാ പറഞ്ഞാലേ അവളങ്ങോട്ട് ഇറങ്ങി വരുമല്ലേ. എന്താ മോനെ, അമ്മയ്ക്കും മോനും അവിടെ പണിയെടുത്ത് മതിയായില്ലേ? അപ്പം അതിൻ്റെ പിന്നിൽ നിങ്ങളാണല്ലേ. ഞാനും അതാ വിചാരിക്കുന്നത്, എന്താ പെട്ടെന്ന് ഇവളുടെ സ്വഭാവം മാറിയെന്ന്. ഞാൻ വിചാരിച്ച അവളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും പറഞ്ഞു കൊടുത്തായിരിക്കുന്നത്. ഗീതു, നീ നിന്റെ അമ്മ പറഞ്ഞത് കേട്ട് നിൽക്കല്ലേ, പോയി ബാഗ് എടുത്തിട്ട് വാ. അവൾ എവിടേക്കും വരില്ല മോനെ. ആദ്യം നീ ഇതിലൊരു തീരുമാനം ഉണ്ടാക്ക്, എന്നിട്ട് മതി വിളിക്കലും പോകലൊക്കെ. എന്ത് കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കാൻ? എൻ്റെ ഗീതു, നിന്റെ അമ്മയ്ക്ക് എന്തോ പറ്റിയിട്ടുണ്ട്. അവൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത് നിന്റെ ജീവിതത്തിൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുകയാണ് അവർ. എന്നിട്ട് നീയൽ ഇത്രയും കാലം അവിടെ ജീവിച്ചത്. നിന്റെ അമ്മായിയമ്മ നിന്നോട് ഇതുവരെയായിട്ട് മോശമായിട്ട് പെരുമാറിയുണ്ടോ? അല്ല ഞാൻ എന്തെങ്കിലും മോശമായിട്ട് പെരുമാറിയുണ്ടോ? എനിക്ക് കുറച്ച് വിദ്യാഭ്യാസം ഉള്ളതല്ലേ, അതങ്ങ് ആലോചിച്ച പോലെ. ഇതുപോലത്തുള്ള ആൾക്കാരുടെ വാക്കുകളുണ്ടല്ലേ ചില ആൾക്കാരുടെ മനസ്സിനെ മുറിവേൽപ്പിക്കുക. അങ്ങനെ ഒരുപാട് കുടുംബങ്ങൾ താർന്നുണ്ട്. അതുകൊണ്ട് നീ നിന്റെ അമ്മൻ്റെ വാക്ക് കേൾക്കണ്ട, നിന്റെ ഭർത്താവാണ് വിളിക്കുന്നത്. നീ എന്താ എൻ്റെ മോളെ ഭീഷണിപ്പെടുത്താൻ നിൽക്കുന്നത്? മോളെ നീ അത് കേട്ട് പേടിക്കൊന്നും വേണ്ടട്ടാ, അത് പോവാൻ നോക്ക്. എൻ്റെ മോള് ഞാൻ പറയുന്നേ കേൾക്കുള്ളൂ. ഇനി എന്താന്ന് വെച്ചാ ആൾക്കാരെ കൂട്ടിയിട്ട് നമുക്കൊരു തീരുമാനം ഉണ്ടാക്കാം. നീ പോവാൻ നോക്ക്. ഏതാൾക്കാരൊക്കെ കൂടി എന്ത് തീരുമാനിക്കുന്ന അമ്മ ഈ പറയണത്? എത്ര നന്നായിട്ട് കഴിഞ്ഞ കുടുംബം എന്നറിയോ? അമ്മ വിളിച്ചോരോ കുത്തിത്തിരിപ്പുണ്ടാക്കിയിട്ടാ ഇപ്പം എൻ്റെ ലൈഫ് എങ്ങനെയായത്. സോറി ഏട്ടാ, ഏട്ടനെ അമ്മനെ ഞാൻ ഒരുപാട് ദ്രോഹിച്ചു. എടീ, നിന്റെ ഭർത്താവ് ഒന്ന് വിളിക്കുമ്പോഴേക്കും ഈ അമ്മനെ മറന്നൂല്ലേ? ഏട്ടൻ പറഞ്ഞ പോലെ അമ്മയുടെ ജീവിതത്തിൽ അമ്മായിമ്മ എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് എൻ്റെ ജീവിതത്തിൽ ഇറക്കാൻ നോക്കാം അമ്മ. എത്ര ഹാപ്പി ആയിട്ട് ഞങ്ങൾ കഴിഞ്ഞെന്നറിയോ? ഓരോന്ന് പറഞ്ഞ് ജീവിതം കുളമാക്കി. ഇനി ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടാൻ നിൽക്കല്ലേ. വാട്ടോ, നമുക്ക് പോവാം. മക്കൾ നന്നായിരിക്കണം എന്ന് എല്ലാ അമ്മമാരും ആഗ്രഹിക്കുക. അതിനിടയ്ക്ക് നിങ്ങളെപ്പോലെ അമ്മമാരുണ്ടെന്ന് ആലോചിക്കുമ്പോഴാണ് വെറുതെ നമ്മുടെ നാട്ടിൽ ഡിവോഴ്സ് കൂടുന്നത്. ഇനിയെങ്കിലും ഒന്ന് നന്നാകാൻ ശ്രമിക്കുക. മകനായാലും മകളായാലും വിവാഹത്തിന് ശേഷം അവർക്കൊരു പുതിയ ജീവിതമുണ്ട്. അവർ തമ്മിൽ ചെറിയ പിണക്കങ്ങളും മിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അത് അവർ തന്നെ സംസാരിച്ച് തീർക്കട്ടെ. അതിലേക്ക് മാതാപിതാക്കൾ അനാവശ്യമായി ഇടപെട്ട് കാര്യങ്ങൾ വഷളാക്കരുത്. മക്കളുടെ ജീവിതം നന്നായി കാണാൻ ആഗ്രഹിക്കുന്ന മാതാപിതാക്കൾ ചെയ്യേണ്ടത് അവരുടെ കാര്യങ്ങളിൽ അമിതമായി ഇടപെടുകയല്ല, മറിച്ച് അവർക്ക് പരസ്പരം മനസ്സിലാക്കാനുള്ള സ്വാതന്ത്ര്യവും സമയവും നൽകുകയാണ്.
ഓർക്കുക, നിങ്ങളുടെ ഒരു വാക്ക് ചിലപ്പോൾ ഒരു കുടുംബത്തെ തകർക്കാൻ പോകുന്നതായിരിക്കും. അതുകൊണ്ട് മക്കളുടെ ജീവിതത്തിൽ അതിരുകൾ സൂക്ഷിക്കാൻ എല്ലാ മാതാപിതാക്കളും പഠിക്കണം. അപ്പോൾ ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യുക.